ചോദിക്കുന്ന രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടുന്ന രണ്ടാമത് തലം രാഷ്ട്രീയം. മൂന്നാമത്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്യുവാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചപ്പാട്. മൂന്നാം തലം വികസന കാഴ്ചപ്പാട്. നാലാം തലം, ഇവിടെ എത്തിയിരിക്കുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരുടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന പ്രബുദ്ധരായ സമ്മതിദായകർക്ക് സ്ഥാനാർത്ഥികളുമായി ആശയപരമായി സമ്മതിക്കാൻ കഴിയുന്ന മൊഴി മറുമൊഴി. നാലാമത് തലം തീർച്ചയായും നമുക്കറിയാം, പ്രചരണ ചൂടിന്റെ വേളയിൽ നിന്നാണ് നമ്മുടെ ബഹുമാനരായ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ സംഗമത്തിലും തങ്ങളുടെ സമ്മതിദായകരെ കാണുവാനും തങ്ങളുടെ സൗഹൃദം പുതുക്കുവാനും അത് വോട്ടാക്കി മാറ്റുവാനുമുള്ള വലിയ ഒരു താല്പര്യം, അഭിവാഞ്ച ആഗ്രഹം ഈ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അത് ഇവിടെ എത്തിയിരിക്കുന്ന സമ്മതിദായകരോട് തങ്ങൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാൻ അവസരം നൽകുന്ന അഞ്ചാം തലം. ഈ 5 തലങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം. ഈ 5 തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ബഹുമാനരായ സ്ഥാനാർത്ഥികളോടും സമ്മതിദായകരോടും ഓർമ്മിപ്പിക്കട്ടെ, കടുത്തുരുത്തിയുടേതായ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, ഐതിഹ്യ സമ്പത്തുണ്ട്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് അതിൻ്റെതായ ചരിത്രവും പാരമ്പര്യവും ഐതിഹ്യ സമ്പത്തുമുണ്ട്. തീർച്ചയായും സമ്മതിദായകരെന്ന നിലയിൽ ഇതിൽ പങ്കാളികളാകുമ്പോൾ തീർച്ചയായും നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും സാംസ്കാരിക സമ്പന്നതയും ചരിത്ര പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുവാൻ കഴിയും വിധമാകണം നിങ്ങളുടെ സാന്നിധ്യവും അഭിപ്രായവും എല്ലാം ഉണ്ടാകുവാനെന്ന് ആമുഖത്തിന്റെ അകമ്പടി ഇല്ലാതെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ തലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ ഈ സമൂഹത്തിന് മുമ്പിൽ, സമ്മതിദായകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന മുഖം എന്ന ഒന്നാം തലം. നമുക്കറിയാം, ഉണ്ണിനീലി സന്ദേശത്തിന്റെ പേരിൽ പുകൾപ്പെട്ട കടുത്തുരുത്തിയുടെ മണ്ണ്, കടൽ വ്യാപാരത്തിന്റെ പേരിൽ ചരിത്ര പ്രസിദ്ധമായ കടുത്തുരുത്തിയുടെ മണ്ണ്, മണ്ണാറപ്പാറയും മാഞ്ഞൂരും ഒക്കെ ചരിത്രത്തിലേക്ക് ഇടം തേടി ലോക ഭൂപടത്തിലേക്ക് തീർത്ഥാടന ടൂറിസത്തിലേക്ക് കടന്നു വരുന്ന കുറവലങ്ങാടും ഒക്കെ ഒത്തുചേരുന്ന ഈ മണ്ഡലം ഇല്ലായ്മകളോടും വല്ലായ്മകളോടും പടപൊട്ടി ഉഴവൂരിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ പ്രഥമ പൗരനായി മാറിയ ഉഴവൂരും മരങ്ങാട്ടുപുള്ളിയും കുറവലങ്ങാടും കളപ്പളാമറ്റം ഭാഗികമായും വെളിയന്നൂരും എത്തപ്പെട്ട പുതിയ നിയോജക മണ്ഡലത്തിന്റെ അതിഥികളായി എത്തിയ നമ്മുടെ ഈ പുതിയ നിയോജക മണ്ഡലം ചരിത്രപരമായി പാരമ്പര്യപരമായി ഏറെ അവകാശങ്ങൾ ഉന്നയിക്കുവാനുള്ള നമ്മുടെ നിയോജക മണ്ഡലം. ഈ വരുന്ന 13-ാം തീയതി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രചരണ രംഗത്ത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലായി, 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹകരണത്തോടു കൂടി ജനപ്രതിനിധികളുടെ, പൊതുപ്രവർത്തകരുടെ, സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക രംഗത്തെ പ്രമുഖരായ ആളുകളുടെ എല്ലാവിധ പിന്തുണയോടും കൂടി 166 ബൂത്തുകളിലും എല്ലാവിധ പ്രചരണ സംവിധാനങ്ങളും ഇടത് വലത് മുന്നണികളും BJPയും BSPയും നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുന്നത് നമ്മുടെ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫാണ്. സമകാലിക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന KCYM-ലൂടെ മത സാംസ്കാരിക സംഘടനകളെല്ലാം നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അടരാടി വിദ്യാർത്ഥികളുടെ യുവജന സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ജനനായകനാണ് ശ്രീ മോൻസ് ജോസഫ്. ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹത്തെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് മുമ്പിൽ അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നു. ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് ആരംഭിക്കാം.